ഉണ്ട് കൊടുവള്ളി. ഈ മമ്മൂട്ടിയൊക്കെ പറ്റില്ല, മമ്മൂട്ടിയാക്കാന്റെ പേരെ കുട്ടികൾ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ഇപ്പൊ അവരെ പച്ച ശേഖന്മാര് അവിടെ ചെന്ന് അവർക്ക് ദക്ഷിണ കൊടുക്കലും അവരുടെ വീടിനെ പ്രദക്ഷിണം വെക്കലുമാണ് യഥാർത്ഥത്തിലുള്ള ഹജ്ജ്. മക്കത്ത് പോയിട്ട് എന്താ അവിടെയും ഗുരുവായൂരമ്പലും തമ്മിൽ എന്താ വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത്. ഇത് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരാണ്, പുറമെ ഒന്നുമല്ല. ഞങ്ങളെ ശരിയോ നോക്കി നിങ്ങൾക്ക് കാണുന്നത് കൊടുവള്ളിയുണ്ട്. ഏപ്പിസാദിന്റെ നാട്ടിലുള്ള പാരമ്പര്യമായി വന്ന ജുമാഅത്തുള്ളി അവരെ കയ്യില. ഈ കുറൂർ ത്വരീഖത്തിന്റെ ശൈഖ് ഉണ്ടായിരുന്നല്ല, ഓപ്പല്ലത്രേ, ഓൻ ചത്തുപോയി. ഓന്റെ മക്കളാണ് അത്ര ഇപ്പോ നിയന്ത്രിക്കുന്നത്, ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആണ് അത്രേ. അപ്പൊ അവരെ ഹജ്ജ് അവർക്ക് പോയി ദക്ഷിണ കൊടുത്തിട്ട് അവരെ വീടിന് ചുറ്റും ഇങ്ങനെ ചുറ്റലാണ് അത്ര ഹജ്ജ്. ഇത് കേരളത്തിലാണ് നടക്കുന്നുട്ടോ, ഉത്തരേന്ത്യയിലല്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും കുഗ്രാമത്തിലല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഇവിടെ സമസ്തണ്ട്, സമസ്തന്റെ ആദർശമുണ്ട്, ഞങ്ങളാണ് ദീനിന്റെ നടുക്കണ്ടം എന്ന് പറയുന്ന ഈ സമസ്തയിൽ നിന്നും പോയ വിഭാഗം എല്ലാ ത്വരീഖത്തും അങ്ങനെ തന്നെയാണ്. ഒക്കെ സമസ്തയിൽ നിന്ന് പോയതാ കേരളത്തിലുള്ളത്. അതിൽപ്പെട്ട ഒരു ത്വരീഖത്തുകാരുടെ കഥയാണ് ഈ പറയണത്. ഇത് കുറൂർ ത്വരീഖത്തിന്റെ മാത്രം വാദമാണോ? ഇതിന്റെ അസ്ലി എവിടെ കിടക്കണത്? ഈ സമസ്തക്കാരടക്കം അംഗീകരിക്കുന്ന സൂഫികളുടെ കിതാബിലുള്ള കഥകൾ ആക്കി കുറുക്കിയതാണിത്. വെറുതെ പറയല്ല, കേട്ടോളി. മഹാനരായ ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഏറെ ഉന്നതരായ സയ്യിദുനാ അലി ഇബ്നു വഫാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ചരിത്രം പറയുന്നിടത്ത് തബഖാത്തുൽ കുബ്രയിൽ ഇമാം അവറുകൾ ഈ സംഭവം കൊണ്ടുവരുന്നത് കാണാം. ഞാനതൊന്ന് വായിക്കാം. വസുഇല റളിയല്ലാഹു അൻഹു, ആരോട് ചോദിക്കപ്പെട്ടു? അലി ഇബ്നു വഫാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു. അൻ മുരീദിൻ, ഹദറത്തിൽ ജീവിക്കുന്ന ഒരാളെ കുറിച്ച്. ശരിക്കും മനസ്സിലാക്കണം, ഗൗരവമുള്ള വിഷയമാണ്, അദബ് പഠിപ്പിക്കുകയാണ് മഹാന്മാർ. ഒരു മുരീദിനെ കുറിച്ചാണ് ചോദ്യം. ഇദ്ദഅ അന്നഹു ശഹിദ കമാല ഉസ്താദിഹി, അവൻ വാദിക്കുന്നു എനിക്ക് കിട്ടിയ എന്റെ ശൈഖ് അവറുകൾ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വാരിസായി, അള്ളാഹുവിന്റെ ഖലീഫയായി ഭൂമിയിൽ വന്നവരാണ് എന്റെ ശൈഖ് അവറുകൾ എന്നൊരാൾ വാദിക്കുന്നു. തുമ്മ അറാദ സഫറ അൻ ഹദറതിഹി ലിസിയാറത്തി മക്ക അവിൽ മദീന അവിൽ ബൈത്തുൽ മുഖദ്ദസ്, എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നു സഫറ, യാത്രയെ ഉദ്ദേശിക്കുന്നു, അൻ ഹദറതിഹി, ശൈഖ് അവറുകളുടെ ഹദറത്തിൽ നിന്ന് യാത്ര ഉദ്ദേശിക്കുന്നു, ലിസിയാറത്തി മക്ക, മക്കയിൽ പോകാൻ വേണ്ടി, മക്കയിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ അവിൽ മദീന, മദീനയിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര. എന്താണ് ആ മുരീദിന്റെ കാര്യം എന്നതാണ് ചോദ്യം. അതായത് അള്ള തന്നെ വരുന്നതിന് പകരമായി ലോകത്ത് വന്ന ഏറ്റവും പൂർണ്ണമായ ആളാണ് എന്റെ ശൈഖ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, ആ ശൈഖിന്റെ ഹദറത്തിൽ നിൽക്കുന്നതിന് പകരം ഞാനൊന്ന് മക്കയിൽ പോയി വരട്ടെ, അല്ലെങ്കിൽ മദീനയിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ മറ്റു സിയാറത്തിന് പോകട്ടെ എന്ന് ഒരാൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സമ്മതം ചോദിക്കുന്നു. വസ്തദല്ല അലാ ദാലിക ബിസഫർ ഉമർ മിൻ ഹദറത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മക്കത വഫാഇന ഫി നദരിഹി, എന്നിട്ട് അതിന് തെളിവ് പറയുന്നു. എന്ത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലായിരിക്കെ മക്കയിലേക്ക് പ്രത്യേകമായി ഇഅ്തികാഫിന് വേണ്ടി പോകാൻ സമ്മതം ചോദിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാതൃകയാക്കിയിട്ട് എനിക്ക് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ ഞാൻ പോകുന്നു എന്നൊരു മുരീദ് ഉദ്ദേശിച്ചാൽ എന്താണ് അതിനെ സംബന്ധിച്ച് അവിടെ നിന്ന് പറയുന്നത്? ഫഖാല സയ്യിദുനാ അലി ഇബ്നു വഫാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു ആ മറുപടി തബഖാത്തിൽ കൊണ്ടുവരുന്നു. അൽ മുരീദു സ്വാദിഖു അവ്വല മാ യശ്ഹദു ഫീ ശൈഖിഹി അൽ കമാൽ യജിദുഹു ഫീ ഹദറത്തിൽ ഹഖ് അല്ലതി ബിഹാ അർവാഹു അയിമ്മത്തുൽ ഹുദാ അജ്മഈൻ. ആദ്യമായി ഒരു മുരീദ് മനസ്സിലാക്കേണ്ടത്, അവൻ അറിയേണ്ടത്, അവൻ ഈ ശൈഖ്, അവൻ വിശ്വസിക്കുന്ന പരിപൂർണനായ ഈ ശൈഖ് അവറുകളുടെ ഹദറത്തിൽ അവൻ എത്തുന്നതോടുകൂടെ അവൻ എവിടെയാണ് എത്തിയത്? അല്ലാഹുവിന്റെ ഹദറത്തിലാണ്. അല്ലാഹുവിന്റെ ഹദറത്ത്, മാ ഹദറത്തു ശൈഖി ഇല്ലാ ഹദറത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സന്നിധിയിലാണ് അവൻ എത്തിയത്. കാരണം അവന്റെ മുന്നിലുള്ളത് അള്ളാഹുവിന്റെ പ്രതിനിധിയായി ലോകത്ത് വന്ന ശൈഖ് അവറുകളാണ്. അള്ളാഹുവിന്റെ പ്രതിനിധിയായി വന്ന ശൈഖ് അവറുകളുടെ ഹദറത്തിൽ ഇരുന്നാൽ അത് എന്തിന്റെ സ്ഥാനത്താണ്? അള്ളാഹുവിന്റെ കൂടെ ഇരുന്നതിന്റെ സ്ഥാനത്താണ്. അപ്പോൾ പിന്നെ മറ്റു മശായിഖന്മാരുടെ അർവാഹുകളും അതുപോലെ മറ്റുള്ള എന്തെല്ലാം അൻവാറുകളുണ്ടോ അതൊക്കെയും ആ ഹദറത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് തന്നെ ആ ഹദറത്തിനെ ശ്രദ്ധിക്കാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ അവിടെ വരുന്നു, അവിടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, നബി തങ്ങളുടെ പൂർണ്ണമായ നോട്ടം അവിടെ ഉണ്ടാകുന്നു. മറ്റു ആളുകളൊക്കെയും മഹാന്മാരൊക്കെയും അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയൊരു ഹദറത്ത് അവന് കിട്ടിയിട്ട് പിന്നെ ആ ഹദറത്ത് വിട്ട് അവൻ എങ്ങോട്ട് പോകാനാണ്? ഇതാണ് സുഹൃത്തുക്കളെ ത്വരീഖത്ത്, ഇതാണ് ശൈഖ്, ഇതാണ് മുരീദ്. ശൈഖും മുരീദും തമ്മിലുള്ള ബന്ധം.